ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് 93 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയത് 60% പോളിംഗ്. ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലും പശ്ചിമബംഗാളിലും. വോട്ടിംഗ് ശതമാനം ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിൽ. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത ചൂട് തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് 93 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 60% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു വോട്ടെടുപ്പ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലും പശ്ചിമബംഗാളിലുമാണ്. മഹാരാഷ്ട്രയിലാണ് വോട്ടിംഗ് ശതമാനം ഏറ്റവും കുറവ്. ഗുജറാത്തിൽ 55%, കർണാടകയിൽ 66%, മഹാരാഷ്ട്രയിൽ 53% പോളിംഗ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിൽ 55%, മധ്യപ്രദേശിൽ 62%, ബീഹാറിൽ 56%, ഛത്തീസ്ഗഡിൽ 67%-നടുത്തും പേർ വോട്ട് ചെയ്തു. അസമിൽ 75%-നും പശ്ചിമബംഗാളിൽ 74%-നും അടുത്താണ് പോളിംഗ് നിരക്ക്. ഗോവയിൽ 73%-നടുത്തും ദാദർ നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുവിൽ 65%-വുമാണ് പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 14 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനായി ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ 3 ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വെസ്റ്റ് നൈൽ പനി പ്രതിരോധിക്കുന്നതിൽ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ക്യൂലെക്സ് കൊതുക് പരത്തുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ. എന്നാൽ ജപ്പാൻ ജ്വരത്തെ പോലെ അപകടകരമല്ല ഈ രോഗം. തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ഭൂരിഭാഗം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. വെസ്റ്റ് നൈൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവുമാണ് പ്രധാനം. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് രോഗപ്രതിരോധനത്തിൽ പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോഴിക്കോട് ജില്ലയിൽ 5 പേർക്കാണ് ഇതിനകം വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 3 പേർക്കും കുടരഞ്ഞി, നന്മണ്ട പഞ്ചായത്തുകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. രോഗബാധിത മേഖലകളിൽ കൊതുക് നിർമ്മാർജ്ജനത്തിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. result.kerala.gov.in ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ഔദ്യോഗിക സൈറ്റുകളിലും PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും. 4,27,105 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മറ്റന്നാൾ ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടക്കും. ലോകമെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ സംഗമവേദിയായ ലോക കേരള സഭയിൽ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 351 അംഗങ്ങൾ പങ്കെടുക്കും. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഇത്തവണയും സമ്മേളനം നടക്കുക. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന വേദിയാണ് ലോക കേരള സഭ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നായിരിക്കും NDAക്ക് ഏറ്റവും കൂടുതൽ MPമാരെ ലഭിക്കുക എന്ന് BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. BJP നേതൃയോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കുറഞ്ഞത് 5 സീറ്റ് ലഭിക്കുമെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു.
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിച്ചേക്കും. ജാമ്യം നൽകിയാലും ഔദ്യോഗിക ജോലികൾ ചെയ്യാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 21-നായിരുന്നു കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ഈ മാസം 20 വരെ നീട്ടി. ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന ചൂട് തുടരും. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 1/3 കുറഞ്ഞു. നീരൊഴുക്ക് കുറഞ്ഞതും വേനൽ മഴയിലെ ഗണ്യമായ കുറവുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ അവശേഷിക്കുന്നത് 2375.78 അടി ജലമാണ്. ഇത് സംഭരണശേഷിയുടെ 34% വരും. കടുത്ത വേനലിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതും വേനൽ മഴയിലെ ഗണ്യമായ കുറവുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇതോടൊപ്പം മൂലമറ്റ നിലയത്തിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ചതും ജലനിരപ്പ് ഗണ്യമായി കുറയാൻ കാരണമായി. 753.31 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലമാണ് അണക്കെട്ടിൽ അവശേഷിക്കുന്നത്. പ്രതിദിനം ശരാശരി 7.5 ദശലക്ഷം യൂണിറ്റ് വീതം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാലും 100 ദിവസത്തേക്ക് ആവശ്യമായ ജലം ഡാമിലുണ്ട്. ജൂൺ 1-ന് വർഷകാലം പ്രതീക്ഷിക്കുന്നതായും നിലവിലെ താഴ്ന്ന ജലനിരപ്പ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമാകില്ലെന്നും അധികൃതർ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ 2-ാം സ്ഥാനത്തും ഡൽഹി 6-മതുമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 383 പോയിന്റ് താഴ്ന്ന് 73,511-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 140 പോയിന്റ് നഷ്ടത്തിൽ 22,302-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ കൂടി 6,635 രൂപയും പവന് 240 രൂപ വർദ്ധിച്ച് 53,080 രൂപയുമാണ് ഇന്നത്തെ വില. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നാളെ മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ശില്പശാലയിൽ കേരള പോലീസ് ഡിവൈഎസ്പിമാരായ ദിനിൽ JK, DK പൃഥ്വിരാജ് എന്നിവർ മാധ്യമപ്രവർത്തകർക്കായി ക്ലാസ് എടുക്കും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം വഴുതക്കാടുള്ള അന്ധവിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നാളെ നടക്കും. സ്കൂളിലെ വേദിക്ക് പകരം DPI ജംഗ്ഷനിലെ ഉള്ളൂർ സ്മാരക ഗ്രന്ഥശാലയിലായിരിക്കും പരിപാടി നടക്കുക. തിരുവല്ല നഗരമധ്യത്തിൽ യുവതിയെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് താഴെ വലിച്ചിട്ട് മദ്യപൻ. അക്രമം നടത്തിയ തിരുവല്ല സ്വദേശി ജോജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ യുവതിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ 500 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ 13ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 10, 11, 12 തീയതികളിൽ തലശ്ശേരിയിൽ നടത്താനിരുന്ന കുട്ടികളുടെ ചലച്ചിത്രാസ്വാദന ക്യാമ്പ് മാറ്റിവെച്ചു. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3-ാം ഘട്ട വോട്ടെടുപ്പ് 93 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയത് 60% പോളിംഗ്. ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലും പശ്ചിമബംഗാളിലും. വോട്ടിംഗ് ശതമാനം ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിൽ. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത ചൂട് തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.